എന്റെ അമ്മേ. അയ്യോ വല്യേട്ടാ, വല്യേട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കാനല്ല ഞാൻ വന്ന് പറഞ്ഞത്. ഇവന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുമല്ല അല്ലേടാ. നമ്മുടെ കുടുംബം അന്യം നിന്ന് പോകരുതല്ലോ എന്ന് വിചാരിച്ചാ. പിന്നെ അന്യം നിന്ന് പോവാൻ നമ്മള് സിംഹവാലം കുറങ്ങല്ലേ? പോടാ. അല്ല നീയും പോടാ. കൊല്ലും ഞാൻ. എന്നോട് കല്യാണം കഴിക്കാൻ പറയാൻ നീ ആരടാ? പറയോ? എന്തിനാടാ ദിവസവും ഞാൻ ഹനുമാൻ സേവ നടത്തുന്നത്? മാസത്തിൽ 5 ദിവസം തിരുവല്ലാമല ഇപ്പൊ തപസിരിക്കുന്ന എന്തിനാടാ? പെണ്ണെന്ന നശിച്ച വർഗം എന്നെ മനസ്സിലാക്കാണ്ടിരിക്കാനാ? അങ്ങനത്തെ നിത്യ ബ്രഹ്മയാളുടെ മുഖത്ത് നോക്കി കല്യാണം കഴിക്കാൻ പറഞ്ഞ നിന്നെ വേണ്ടെന്ന് പറയാൻ നീ ആരണ്ട? നീ കുറെ നാളായില്ല തുടങ്ങിയിട്ട്. നിനക്ക് എന്താ വേണ്ടേ? ഞാനിവിടെ വെറുതെ വന്നതാ. ഇവന്റെ ക്ലോസ് ഫ്രണ്ടാ. ക്ലോസ് ഫ്രണ്ടാ? ഫ്രണ്ട് തെണ്ടി. ഞാനിവനെ ക്ലോസ് ആക്കുന്നതിന് മുമ്പ് നീ ഇവനെ വിളിച്ചോട്ട് പോടാ. എടാ വിളിച്ചോട്ട് പോവാൻ. ആഞ്ജനേയ, ഈ ഭക്തനെ കൺട്രോള് തരില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതേപോലെ ചെയ്യും. എന്താ? വല്ല എലിപ്പാഷണോ മേടിച്ച് കുറുക്കി കൊടുക്കണമോന്നെണ്ണത്തിനും ചത്തു തൊലയിട്ട്. ഇടാ, ഇങ്ങനത്തെ 3 ചേട്ടന്മാര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല. നിന്നെ നല്ല ചിലപ്പോ എന്നെ പോലും കല്യാണം കഴിക്കാൻ സംഭവിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഗുഡ് ബൈ. രാമഭദ്ര, രാമഭദ്ര, നീ രക്ഷപ്പെട്ടടാ. നിനക്കിനി ധൈര്യമായിട്ട് പ്രേമിക്കാം. ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഇനി നിന്റെ അച്ഛനോ നിന്റെ ചേട്ടന്മാർക്കോ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അന്ന് കല്യാണ കാര്യം പറഞ്ഞു തന്നപ്പോ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കി ആരാ? നിന്റെ സാമേട്ടല്ലേ? അയാളെ തന്നെ നിന്നെ കൈ കിട്ടിയടാ. നീ എന്താന്ന് വെച്ച കാര്യം പറ. നിന്റെ ഈ സാമേട്ടൻ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ എവിടെ പോകുന്നു എന്നാ പറഞ്ഞത്? തിരുവില്ലാമലയിൽ ഹനുമാൻ കോവിലിൽ ജപമിരിക്കാൻ. ഉണ്ട. അയാൾ അയാളുടെ ഭാര്യ വീട്ടിൽ പോകുന്നതാടാ. ആ, അയാൾ കല്യാണം കഴിച്ചാടാ. 7 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് 7 കൊല്ലം ഭാര്യ മക്കളെ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുക. നമ്മുടെ സാമേട്ടന്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത്? അയാൾ സാമേട്ടനല്ല, ആ സാമേട്ടനാ. തിരുവില്ലാമലയിലേക്കെന്നും പറഞ്ഞ അയാൾ പോണതേ തിരുവല്ലയിലേക്കാ. അവിടുത്തെ കാര്യം ഒരു കൊച്ചമ്മടി ടീച്ചർ അയാളുടെ ഭാര്യ. മായൻകുട്ടി, നീ വെറുതെ നുണ പറയരുത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് നിന്റെ ചേട്ടത്തി അമ്മ, തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ. ഇനി ഈ കൊച്ചമ്മണി ടീച്ചറെ കൊണ്ട് നിന്റെ വീട്ടിലുള്ളവരെയൊക്കെ നമ്മളൊരു പാഠം പഠിപ്പിക്കുവാളിയാ. പാഠം പഠിപ്പിക്കും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. അച്ഛനെ, ഇവിടെ കൊച്ചമണി എന്ന് പേരുള്ള ഒരു സ്കൂൾ ടീച്ചർ താമസിക്കുന്നത്. സ്കൂൾ ടീച്ചർ? അതെ. കൊച്ചമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ താമസമുണ്ട്. പക്ഷെ അവർ സ്കൂൾ ടീച്ചർ അല്ല. അവരുടെ ഭർത്താവിന്റെ പേര് സ്വാമിനാഥൻ എന്നല്ലേ? അല്ല, രാമനാഥൻ എന്നാ. രാമനാഥനും? ഇത് വേറെ ആരണ്ടാടേ? നിക്ക് അച്ഛനെ, ദേ നോക്കി. ഇതാണോ രാമനാഥൻ? ഇത് തന്നെ. അപ്പോ ഇതല്ലേ കൊച്ചമണി? കൊച്ചമണി ഇത് തന്നെയാ. പക്ഷെ ഇവര് സ്കൂൾ ടീച്ചറല്ല, ഡാൻസ് ടീച്ചറാ. ആരാ? ചേട്ടത്തിയമ്മേ, ചേട്ടത്തിയമ്മേ. അയ്യോ അയ്യോ, എഴുന്നേക്കാൻ അവിടുന്ന്. എഴുന്നേക്കാൻ. ഇത് രാമഭദ്രനാ. രാമഭദ്രൻ. ഏത് രാമഭദ്രൻ? ചേട്ടത്തിയമ്മയുടെ രാമഭദ്രൻ. ആരാടാ അവിടെ നിന്റെ ചേട്ടത്തിയമ്മ? അല്ല, അതെ, ചേട്ടത്തിയമ്മ ഈ രാമനാഥന്റെ ഭാര്യയല്ലേ? ഈ രാമനാഥനല്ല, ഈ കെ രാമനാഥൻ. അത് തന്നെ. ഈ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ. എവിടെ ചേട്ടത്തിയമ്മ പിള്ളേര്? മക്കളെ, നിങ്ങൾ ഇളയച്ചൻ വന്നിരിക്കുന്നതാ. മക്കളെ, അയ്യോ, സ്വാമിയേട്ടൻ ഇതിന് മാത്രം പിള്ളേരാ. മക്കളെ, നിങ്ങൾ ഇളയച്ചനാടാ. മക്കളെ, ഇളയച്ചൻ വന്നിരിക്കുന്നു. മക്കളെ, ഇളയച്ചാന്നൊന്ന് വിളിക്കും. മക്കളെ, ഇതൊക്കെ ഡാൻസ് പഠിക്കാൻ വന്ന പിള്ളേരാടാ. ഇതായിരിക്കും. മോളെ, ഇളയച്ചാന്നൊന്ന് വിളിക്കും. മോളെ, അയ്യോ, എന്റെ കുഞ്ഞിനെ ഇറങ്ങി പോടാ അവിടുന്ന്. ചേട്ടത്തിയമ്മേ. ഞാൻ ആരുടെ ചേട്ടത്തിയമ്മയൊന്നും അല്ല. മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ടോ അവിടുന്ന്? അയ്യോ, ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സ്വാമിയേട്ടൻ തന്നെ കംപ്ലീറ്റ് കഥകളും 500 മുതലാളിയോട് പറഞ്ഞു. എനിക്ക് ഒരു 500 അറിഞ്ഞൂടാ, 600 അറിഞ്ഞൂടാ. ഞാൻ ഒരു സ്വാമിനാഥന്റെ ഭാര്യയല്ല. മര്യാദക്ക് ഇറങ്ങി പൊയ്ക്കോ അവിടുന്ന്. നാശങ്ങള്. അതെ, അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പമാവൂലേ? പറയാതിരുന്ന അതിലും കുഴപ്പമാവൂലേ? അവസാനമായിട്ട് ചേട്ടന് ഭാര്യ മക്കളെ ഒന്ന് കാണാൻ പറ്റാതെ വന്നാലോ? പതുക്കെ പറ, ചേട്ടത്തിയമ്മ കേക്കും. എന്താ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താന്ന് പറയടാ. എന്താ എന്റെ ചേട്ടന് പറ്റിയത്? എന്താന്ന് പറയാൻ? ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞാ ഞങ്ങളെ വിട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നിവർത്തിയില്ലാത്തോണ്ട് പറയുക. ചേട്ടന്
ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അബോധാവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തെ അമ്മയും പിള്ളേരെയും കാണണമെന്ന. അയ്യോ എന്റെ ദൈവമേ, എനിക്കെന്റെ ചേട്ടനെ ഉടനെ കാണണം. നിങ്ങൾ പോരുത്, ഞാനും വരുന്നു. നീ ഇവിടെ പോകുന്നു. ഒരു ഒറിജിനാലിറ്റിക്ക് ഓണറാക്കരുത്. ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഏറ്റല്ലേ? ഏറ്റ് ഏറ്റ്. സമയട്ടാ സമയട്ടാ. സാറേ ഒന്ന് അവിടെ നിന്നേ. സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ? തനിക്ക് സ്വാമിനാഥൻ എവിടെ നിന്ന് കിട്ടി? എന്റെ പേര് രാമനാഥൻ എന്നാണെന്ന് തനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ? ആര്? അനിയൻ. അനിയനോ? ആ. ആരുടെ? സാറിന്റെ അനിയൻ. കൂടെ ഒരു ഉണ്ടക്കണ്ണനുണ്ടായിരുന്നു. എന്നിട്ട് എവിടെ എങ്ങനെ പോയേ? പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഓ അല്ലേ? ആ മുട്ടുകാലിയേറ്റ് കൊല്ലും ഞാൻ. പന്നി, ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ച് രണ്ടു മുമ്പ് എത്ര ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചവടത്തിനും ശരിയാക്കി തരണം ഞാൻ. മതി പൊട്ടിയത്, ഇറങ്ങി വാടാ. ചേട്ടാ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ, ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. ഈ കൂടുതൽ ഇനി എന്താ അപകടം വരാനാ എന്റെ കൊച്ചമണി? ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ? എന്നെ കൊലക്ക് കൊടുത്തില്ലേ നീ? എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ നിന്റെയൊക്കെ നാവ് പുഴുത്തുമൊക്കെ ഉള്ളടാ. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്? പട്ടി, എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലേടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട. വടമായൻകുട്ടി, ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ ഞാൻ നോക്കാം. ഇനി നിങ്ങൾ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ, പിടിച്ചു നിർത്താൻ. തടയരുത്, വഴി തടയരുത്. ആര് തടഞ്ഞാലും ഞങ്ങൾ പോകും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഇനി അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകരുതെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം, അത് ഞാൻ നടത്തി തരുന്നു. അതൊന്നും പറ്റില്ല. നീ പോടാ. നീ ഉണ്ടാതിരി. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാന്ന്. നിന്റെ കല്യാണം ഞാൻ എനിക്കല്ല. അയ്യേ, നിന്റെ കല്യാണക്കാരൻ ഞാൻ ഏറ്റുന്ന്. ഈ സാമിയായിട്ട് നീ ഏറ്റുന്ന്. ഏറ്റിട്ടൊടുവിൽ മാറിക്കളയോ? ഞാൻ ഈ പറയണത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേഗം നടക്കണ. ഈ നിൽക്കണ എന്റെ രണ്ട് കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്ന ഏത് പിടി നിനക്ക് ഞാൻ കെട്ടിച്ചു തരും. പോരെ? എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പെൺകുട്ടിയല്ലാണ്ട് പിന്നെ ആൺകുട്ടിയെ ആരാ പ്രേമിക്കുക? പെണ്ണാരാന്ന് പറ. വേറെ ആരുമല്ല, ആനപ്പാറയിലെ പരശുമാമന്റെ മോള് മാലു. ചേട്ടൻ സത്യം ചെയ്താണ്, സത്യം ചെയ്താണ്. സത്യൊരു മണ്ണാങ്കട്ടിൽ മാച്ചോളഞ്ഞു, എല്ലാം മാച്ചോളഞ്ഞു. കൊച്ചമണി, പിള്ളേരെ കൊണ്ട് അകത്തോണ്ട് വെച്ച് പിന്നെ പിള്ളേരെ തലയിലല്ലേ സത്യം ചെയ്തിട്ടുള്ള കളി. രാമോദര, നീ എന്ന് വേറെ ആളെ നോക്ക്. ഈ പ്രശ്നം നടക്കില്ല. അല്ല, കളഞ്ഞിട്ട് വേറെ മായൻകുട്ടി. ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ ഇവിടെ കൊണ്ടുവരാം. എടാ, ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണ് അച്ഛനെ വിളിച്ചുകൊണ്ടുവരുന്നേ? എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം എന്താടാ? ഈ ലോകത്ത് ഈ പിശാചിനല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ചേട്ടൻ എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയും അല്ലാതെ നാലാമതൊരു തെണ്ടി അറിയാൻ പാടില്ല. അറിഞ്ഞാ കുഴപ്പമുണ്ടോ? മുട്ടുകാലി ഒരു മിനിറ്റ് ഇങ്ങനെ വന്നേ. എന്താടാ കുഴപ്പമായി? എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാവെന്ന് ഞാൻ അറിഞ്ഞോ? സാമേട്ടൻ കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേട്ടന്റെ അടുത്ത് പറഞ്ഞു പോയി. എടാ മഹാഭാവി, ഇപ്പൊ പ്രേമേട്ടൻ അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു കാണുമല്ലോ. എന്റെ അമ്മേ, വേഗാവട്ടെ എന്റെ കൊച്ചമണി. ആ പ്രേമന അച്ഛനെയും വലിയേട്ടനും കൊണ്ട് ഏത് നിമിഷപ്പെടുത്തുന്നത് വരുന്നു. ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാച എവിടേക്ക് പോയി? അവൻ ഈ വണ്ടി മുട്ടിയ അവിടെ കിടന്ന് ചത്തപ്പണ്ടാകാൻ. ഒന്ന് ചെന്ന് നോക്ക്. അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ട പ്രശ്നമില്ല. അവൻ ഇപ്പൊ ഇങ്ങെത്തും. ചേട്ടനാ പെട്ടിയും ബാഗ് ഇങ്ങോട്ടെടുത്ത്. ഇതും കൂടെ എങ്ങോട്ട് പോകണോ? ശരിയാണ്, ഞാൻ എന്തിനു കൊണ്ടിറക്കണേ? എനിക്ക് എന്നാ കൈയും കാര്യം മറക്കണം. നിങ്ങൾ പറക്കണ്ട. ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ഒറ്റ വീക്ക് ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെ ചിരിക്കണ്ട പറ്റി. നീ എന്തായി കുഴപ്പമൊന്നുണ്ടാക്കിയത്? നോക്കിക്കോ, വീട് മാറി നിന്ന് അന്ന് ഞാൻ കൊല്ലും. തീർന്നില്ല ഇത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റൊരുത്തരും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ആ വണ്ടി വന്നു. ഇതെന്തത്? കുറച്ച് മധുരസേവ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് നിന്റെ അച്ഛനണ്ടി. ഒരു മനുഷ്യജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒടുക്കത്തെ ഒരു മധുരസേവ. അല്ലോ, നല്ല പരിചയമുള്ള കാറാണ്. എന്റെ അമ്മോ, റിവേഴ്സ് എടുത്തോ, റിവേഴ്സ് എടുത്തോ.
സൈഡിലോട്ട് മാറ്റിട്. എന്റെ ഈശ്വര. കൊച്ചമണി മക്കളെ, ആരാ മനസ്സിലായില്ലല്ലോ. ഓഹോ, തെറ്റിദ്ധരിക്കരുത്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമുള്ളതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ അല്ലേ? ഹായ്, ഞാനൊന്ന് പേര് ചോദിച്ചിന് താൻ എന്തിനാ ഇങ്ങനെ പല്ലിയടിക്കുന്നേ? ദേ പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചെന്നുള്ളൂ. മനസ്സിലായില്ല അല്ലേ? എന്നെ അച്ഛനെ ചേട്ടന് മനസ്സിലായില്ല അല്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, താൻ മകനാണെന്ന് മനസ്സിലായി. അതിന് ഇവിടെ ഒന്ന് ബഹളം വയ്ക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലെന്നേ. എന്നാ തിരിച്ചറിയാ അടിക്കാൻ. നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയടാ. എടാ അടിക്കാൻ. നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയടാ. ഈ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചുപോയ അച്ഛനെ ഓർത്താ. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്റെ കൺട്രോള് വിട്ടു ഈശ്വര. ബാലരാമ, ആ സ്വാമിനാഥൻ എന്ന് പറയുന്നതുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോവുകയായിരുന്നു, എന്തിനു പോവുകയായിരുന്നു, ആരെ കാണാൻ പോവുകയായിരുന്നുള്ള കാര്യം എന്നെ അറിയിക്കണം. പിന്നെ ഇന്നു മുതൽ അവൻ ഈ പടിക്ക് പോയിറങ്ങാൻ പാടില്ല. അഥവാ അവനോട് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതിരേക്കാണെങ്കിലും ഇതിനകത്ത് കയറാവുള്ളൂ എന്ന് പറയണം. മനസ്സിലായോ? അങ്ങനെ പട മേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ ഒരു പ്രശ്നമില്ല. അത് നിന്റെ ലക്ക്. എന്താ കേറാ വണ്ടിയെ. എന്തിന്? ആദ്യം വണ്ടിയെ കേറാ. പഠിച്ചേ, ഇവനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞത്. വീട്ടിലേക്കൊന്നും ഞാനില്ല. പിന്നെ എങ്ങോട്ടും ഇല്ല. വീട്ടിൽ ഞങ്ങളെ തല്ലി ഇറക്കില്ലേ, പിന്നെന്തിനാ? ഞാനാ പറഞ്ഞത് വണ്ടിയെ കയറാൻ. ഇനി വലിയേട്ടനല്ല, അച്ഛൻ വന്ന് വിളിച്ചാലും ഞാൻ വരില്ല. നീ വരില്ലല്ലേ? നിനക്ക് ആനപ്പാറിലെ പെണ്ണിനെ കെട്ടണമല്ലേ? കൊന്നുകളെ നിന്നെ ഞാൻ. കേറണം വണ്ടിയിലേക്ക്. വണ്ടി കയറാൻ. അയ്യോ അച്ഛൻ. വേണ്ട.
കൊല്ലട്ടെ. വേണ്ട. ഇങ്ങോട്ട് വരാ. വേണ്ട. വരാനില്ലേ പറഞ്ഞത്? അയാളെ ഇങ്ങോട്ട് വിടാൻ. എന്താ പാടാൻ വേണ്ടത്? അനിയനല്ലേ? എനിക്കിങ്ങനെ ഒരു അനിയനില്ല. 500 കുടുംബത്തിൽ ഇങ്ങനെ ഒരുത്തരില്ല. അയാളെ ഇങ്ങോട്ട് വിടാൻ. എന്നെ കൊല്ലട്ടെ. വേണ്ട, അവരെ വിട്ടേക്ക്. വലിയ 500 പോലും 500. ഇപ്പൊ എവിടെ പോയി 500 അഭിമാനം? വഴി കിടന്ന് തെരുവ് പട്ടികളെ പോലെ തമ്മിലടിച്ച് ചാകാനാണ് 500 മക്കളുടെ വിധിയെങ്കിൽ ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. ഇവിടെ പോയി നിങ്ങളുടെ അച്ഛന്റെ പകയും പ്രതികാരം പദവിയൊക്കെ വലിയ 500 500. സ്വന്തം മകനെ തോപ്പിക്കാൻ വേണ്ടി അവരുടെ കല്യാണത്തിന് കാവല് നിൽക്കാൻ പോണു. കാവല് നിൽക്കാൻ നിങ്ങളുടെ അച്ഛനാരാ? ഗൂർക്കയോ? അല്ല പിന്നെ ഈ സമയത്താണ് ചൂടാവണത്. ചൂടാവാൻ പിന്നെ സമയം കാലൊക്കെ ഉണ്ടാ. എന്നാ ഞാൻ സമയമൊക്കെ ഉണ്ട് എഴുതിത്താ. മുട്ടുവലേറ്റ് കൊല്ലും ഞാൻ. തളർന്നിരിക്കുമ്പോ എന്നെ കൊണ്ട് അക്രമം ചെയ്യിപ്പിക്കില്ലേ? രാമദൂത അല്ല അതെ, വരുന്നുണ്ട് പിന്നെ. സ്വന്തം മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാത്ത ആ മനുഷ്യൻ എന്ത് അവകാശം ഉണ്ടായിട്ട് ആനപ്പാറയിലെ ആ പെണ്ണിന്റെ കല്യാണം നടത്താൻ പോണേ? എന്റെ പൊന്നു കൊച്ചമണി, കുറെ നേരമായില്ലോ നീ കിടന്ന് കാറണേ. കാറും ഇനിയും കാറും. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. തൽക്കാലം പുറത്തുനിന്ന് സങ്കടം എടുക്കണില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ സങ്കടം ഉണ്ട്. പുറത്തുനിന്ന് എടുക്കുമ്പോ ഞാൻ നിന്നോട് പറയാം. ഇത് വലിയ മാറണായില്ലോ. എടാ രാമഭദ്ര, നീ ഇങ്ങനെയുടെ വാക്കും കേട്ടോണ്ടിരുന്ന ആയുഷ്കാലം മുഴുവനും നീ ഇങ്ങനെ ഈ ഇരിപ്പിരിക്കേണ്ടി വരും. എടാ നമുക്ക് പോണോടാ. അച്ഛനല്ല ഏത് കൊലകൊമ്പം വന്നാലും നമുക്ക് പോയി ആ കല്യാണം മുടക്കണം. നീ ആ പെണ്ണിനെ കെട്ടണം. ഇതാരാണ് ഈ നേരത്ത്? അച്ഛനോ മറ്റോ ആന്നോ? നിന്റെ അച്ഛനും എന്റെ മക്കളും കൂടി ഇപ്പോ ഒന്നായിരിക്കുകയാണ്. ഇനി അവരെ തോൽപ്പിക്കണമെന്നും നിന്റെ അച്ഛനെ തോൽപ്പിക്കണമെന്നും എനിക്കില്ല. എനിക്കെന്റെ കുട്ടിയുടെ ജീവിതമാണ് വലുത്. അവൾക്ക് വേണ്ടി നിന്റെ കാല് ഞാൻ പിടിക്കുകയാണ്. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വരും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ അവളെ ആ കല്യാണ പന്തലിലേക്ക് അയക്കണത്. നീ അവളെ ചതിക്കരുത്. അമ്മ ഈ പറഞ്ഞിട്ട് പോയതൊക്കെ നീ വിശ്വസിച്ചോ? അവളെ നിനക്ക് കെട്ടിച്ചേരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിന്നെ നിന്റെ അച്ഛനെയും തമ്മി തല്ലിക്കാനാ അമ്മ ഈ ഉറക്കം കളഞ്ഞ് നടക്കുന്നത്. അല്ല, നിന്നെ കൊണ്ട് കെട്ടിക്കാനൊന്നും അല്ല. എടാ, ഈ അമ്മയും കൂടെ കൂട്ടിയേർന്നിട്ടാ ഇപ്പൊ അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. അതറിയാവോ നിനക്ക്? നിന്നോട് അവളുടെ കഴുത്തി താലി കെട്ടാൻ വരണമെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ? ഇതേ അമ്മ തന്നെയാ നിന്നെ തടയാൻ നിന്റെ അച്ഛന്റെ സഹായം ചോദിപ്പിച്ചത്. എടാ, ഇത് അടവാണ്. നിനക്ക് അവളെ കിട്ടുമെന്നായപ്പോ എവന്റെ ചേട്ടന്മാര് പുതിയ അടവായിട്ട് എവനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കെട്ടാനും കെട്ടിക്കാനും ഒക്കെ ഞങ്ങൾക്കറിയാം. ഇറങ്ങിപ്പോടാ. രാമദ്ര, ഇറങ്ങിപ്പോടാ പുറത്ത്. ഇറങ്ങിപ്പോടാ പട്ടി. മൂക്കിടിച്ചാൻ പരത്തിക്കളയും പന്നി. രാമോദ്ര, എടാ, നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടോ നിനക്ക് എന്തെങ്കിലും പറ്റിയ വിഷമം ഉണ്ടായിട്ടൊന്നും അല്ല ഞാനിവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞത്. നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു പെണ്ണെന്റെ വീട്ടിലുണ്ട്. അവള് പറഞ്ഞിട്ടാ നിങ്ങൾ അച്ഛനും മക്കളും വെട്ടിച്ചാരുമെന്ന് പറയാം. പിന്നെ അവള് ജീവിച്ചിരിക്കില്ലാന്ന് പറയാം. ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളാൻ അമ്മയോട് ആരാ പറഞ്ഞത്? അമ്മ എന്റെ അടുത്ത് കയറാൻ പാടില്ല. നീ പോടാ. എന്നോട് കയറെന്ന് പറയാ നീ ആരടാ? ഇതെന്റെ കുട്ടിയുടെ കല്യാണം, ഞാനിവിടെ കേറൂടാ. അമ്മയുടെ ഉങ്കും ഭാവമൊക്കെ അങ്ങ് വീട്ടില്. കുട്ടി നമ്മുടേതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. ഈ കല്യാണം നടത്തി തരുന്നത് ഈ നിൽക്കുന്ന 500 മുതലാളിയാ. മുതലാളിയോട് വിരോധവും ശത്രുത ഉള്ളവരൊന്നും ഇതിനകത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്ന പ്രശ്നമില്ല. മുതലാളി, കാര്യം ഞങ്ങളുടെ അമ്മയാ. പക്ഷെ ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മുതലാളിയാ ഞങ്ങൾക്ക് വലുത്. മുതലാളിയോട് വൈരാഗ്യമുള്ളവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാ, അല്ലേ? അതെ അതെ. ആ, കേട്ടല്ലോ, ചേട്ടന്മാര് പറഞ്ഞത് കേട്ടല്ലോ. ഇനി അമ്മയ്ക്ക് കല്യാണം കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ മുതലാളിയോട് ചോദിക്കും. ആ കാലയിൽ വീണ് മാപ്പി ചോദിക്കും. മടിക്കണ്ട, എന്ത് ചോദിച്ചാലും നടത്തി തരുന്ന ആളായി നിൽക്കുന്നത്.
കാലം കുറെ ആയില്ലേ ഈ പകയും വൈരാഗ്യം ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. എന്നിട്ട് എല്ലാം മറന്ന് മാപ്പാക്കണമെന്ന് പറ. മാപ്പ് പറയാതെ അമ്മേന്റെ അകത്ത് കയറി പറ്റാന്ന് വിചാരിക്കണ്ട. അപ്പോഴേ മാപ്പ് ചോദിക്കാനാണെങ്കിലും മടങ്ങിപ്പോയാനാണെങ്കിലും ഒന്ന് വേഗം വേണം. മുഹൂർത്തം ആകാറായി. നിക്കേ ബലരാമ, വേണ്ട. എന്റെ മുമ്പിൽ ഇപ്പൊ ഈ വീണ് കണ്ട കണ്ണുനീര് മതി ഇത്രയും കാലം ഇവർ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ. എരിയിരുത്തവരെ. പിന്നെ എനിക്കിപ്പോ തോൽപ്പിക്കേണ്ടത് ഇവരെയൊന്നുമല്ല, അവനെയാ, അവനെ. അയ്യോ, അമ്മയെ കൊണ്ട് അയാളോട് മാപ്പ് ചോദിപ്പിക്കാൻ നീ ആരാ? പട്ടി കൊല്ലുവടാ നിന്നെ, ഞങ്ങളിന്ന് കൊല്ലും. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒടുക്കത്തെ ശക്തി മാത്രമുള്ള ഒട്ടും ബുദ്ധിയില്ലെന്ന്. ഞാൻ അമ്മയെ തടഞ്ഞില്ലായിരുന്നു, 500 തടയുമായിരുന്നില്ലേ, ബാലരാമേട്ടൻ തടയുമായിരുന്നില്ലേ? പിന്നെ എന്താകുമായിരുന്നു സ്ഥിതി? ഇപ്പൊ അമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റി, അമ്മ തമ്മിൽ അടിക്കണം കാണാൻ പറ്റിയ? അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയല്ലേ? അമ്മ കരഞ്ഞത് 500 മുമ്പിൽ തോറ്റിട്ടാണെന്നാണോ നിങ്ങൾ കരുതിയത്? അത് അമ്മയുടെ അവസാനത്തെ അടവല്ലേ? അതിന്റെ മുമ്പിൽ തോറ്റത് 500 അമ്മയാണോ? നമ്മളിവിടെ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കണ അമ്മമാർക്ക് എന്തെങ്കിലും സംശയം തോന്നും. നമുക്ക് അങ്ങോട്ടിയല്ല, വാ. രാമഭദ്ര, പാത്രം മായൻകുട്ടി, പാത്രം ഒച്ചെടുക്കില്ലെന്ന്. നിക്കവിടെ. ഇതെന്താ ഈ നേരത്തെ? ഇവിടുന്ന് വാടകയ്ക്ക് കൊണ്ടുപോയിട്ടോ തമ്പ്ര, എന്താ തിരിച്ചു വേണ്ടേ? ബലരാമ നോക്കടാ. വേണ്ട ബലമേട്ട, ഞാൻ നോക്കിക്കോളാം. അവന്മാർ ഏതൊക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് മാറി, എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി, ഞാൻ നോക്കാം. ഇത് കുഴപ്പമില്ല, പോട്ടെ. അടുത്തു വാ. ഇത് കുഴപ്പമില്ല, പോട്ടെ. നെക്സ്റ്റ്. സോറി, അല്പം ലേറ്റ് ആയി പോയി. ഇത് അവരല്ല, അടുത്തു വാ. ഓക്കെ, എല്ലാം ഓക്കെയാണ്. കണ്ട, കലം തലയിലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്നാ നീ സ്ഥിരമായിട്ട് വെച്ചോടാ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒച്ച വയ്ക്കില്ലേ? ഓടിക്കടാ, മാത്രം ഓടിക്കോ. ഞാനാണ് വീരഭദ്രൻ, ഞാനാണെന്ന് ബഹളം ഉണ്ടാക്കല്ലേ. നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ. രാമഭദ്ര, അയ്യോ രാമഭദ്ര, നിങ്ങൾ കിടക്കായിരുന്നു. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവുമായിരുന്നു. ആദ്യം നീ ആ ചെറുക്കനെ ഇങ്ങനെ കൊണ്ടുപോവാ, എന്നിട്ട് വെളിയിൽ തുടങ്ങാൻ. ആദ്യം തന്നെ ഇതൊക്കെ നടക്കി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വേഗോട്ടെ. മുണ്ട് മുണ്ട് പിടിക്കേണ്ടി പോണേ. ഇത് പിടിക്കാം, ആവശ്യം വന്നാൽ ഇനി തലയിൽ വെക്കാലോ. ഒന്നുമില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടില്ല, നിന്നെ കണ്ടു എന്റെ കാലക്കേട്. എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇതുവരെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അയ്യോ ഡോക്ടർ പേടിക്കണ്ട, ധൈര്യം തരാനല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്പം ധൈര്യം ആകാമല്ലോ അല്ലേ? എന്ത് സ്മോള്? അയ്യോ വേണ്ട, ഞങ്ങളൊക്കെ അല്പം അടിച്ചിട്ടുണ്ട്. അല്പം സ്വല്പം അടിക്കാതെ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുമോ? അയ്യോ, ഞാൻ ഭൂമിയായിട്ട് ഇങ്ങോട്ട് വിടാം, ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളൂ. അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ട. വേണ്ടാന്നേ പറയാവൂ, അല്ലെങ്കിൽ വെയിറ്റ് പോവും. പക്ഷെ പുള്ളി നിർബന്ധിക്കും വായിക്കോ. ചെല്ല്, അങ്ങോട്ട് ചെല്ല്. നീ ഇതെവിടെ പോയിരുന്നു? ഒന്നുമില്ല, വെറുതെ. എന്താ? ഒരു പ്രശ്നമുണ്ട്. അയ്യോ, ഇവിടെ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ? നമ്മുടെ പയ്യനെ ചെറിയൊരു പ്രശ്നം, പേടിച്ചിട്ടാണ്. വയറിന് അയാൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന്. അയ്യേ, ഈ സമയത്താണ് ഇവർ വൃത്തികളൊക്കെ പോകുന്നത്. ഈ സമയത്ത് പോയില്ലെങ്കിലാണ് വൃത്തിയിടാവുന്നത്. ചേട്ടൻ അയാൾക്ക് ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. നിനക്കങ്ങ് ചെയ്തോടെ? ഞാൻ പോയിട്ട് തിരിച്ചു പോകുന്നതാണ്, അവിടെ മുഴുവൻ പെണ്ണുങ്ങളാണെന്ന്. ചേട്ടൻ ഞാൻ പെണ്ണുങ്ങളൊക്കെ ഒന്ന് മാറ്റിയേ. പിന്നെ പയ്യൻ വേണ്ടാന്നേ പറയൂ, പക്ഷെ ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളണം. ചെല്ല്. ഇത് വലിയ കഷ്ടമായിട്ട്. നീ വന്നേ. അയ്യോ ഇപ്പൊ വേണ്ട, അതൊക്കെ ഇപ്പൊ പറയും. കുറച്ചുകൂടെ കഴിയുമ്പോൾ കൂടുതൽ ടെൻഷനാവും. എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. എന്താ ഒന്നുമില്ല, വാ. വേറെ ആര് പറയാ, ഞാൻ നോക്കിക്കോളാം. പേടിക്കാതെ വന്നേ. അയ്യോ ചേട്ടാ വേണ്ട, ഇവിടെ നിറച്ച് പെണ്ണുങ്ങളാണല്ലോ. അതിനിപ്പോ എന്താ? ഇതൊക്കെ ആരും ചെയ്യാത്ത കാര്യങ്ങളാണോ? അവരൊക്കെ ഞാൻ മാറ്റിത്തരാം, വാ. എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഒന്നിറങ്ങി. പെട്ടെന്ന് ഇറങ്ങി. ഇതിനകത്തേക്ക് എറിക്കൂ. വെള്ളവും കാര്യങ്ങളും ഒക്കെ റെഡിയാ. ഞാൻ പുറത്തു തന്നെ നിന്നോളാം. അയ്യോ ചേട്ടൻ വരുന്നില്ലേ? എന്തിന്? ഒരു കമ്പനിക്ക്. അയ്യേ, പേടി വന്ന മനുഷ്യൻ ഇങ്ങനെയുണ്ടോ? അത് കയറി. എന്താ കാര്യം? എന്താ?
ഇവിടെ നിന്ന് കളിക്കാതെ അങ്ങോട്ടല്ലേ? നീ അവനെ ഇതിനകത്ത് അടച്ചിട്ട് ഇവിടെ കാവല് നിൽക്കണോ? ഇത്ര പകുതിയില്ലാതായാലും എങ്ങനെയാ? അവിടെ മുഹൂർത്തത്തിന് സമയമായി, ആളുകളിടുന്ന് ബഹളം ഉണ്ടാക്കും. അതിന് ഇനിയും സമയമുണ്ടല്ലോ. അവന് സമാധാനമായിട്ട് പോയിട്ട് വരട്ടെ വക്കീലേ. അതിന് നിന്റെ ചേട്ടനും മറ്റുള്ളവരും എന്നെ അവിടെ നിർത്തണില്ല. നീ അങ്ങോട്ട് ചെന്ന് അവരെ ഒന്ന് സമാധാനിപ്പിക്കേ. ഞാൻ ചെക്കനെ വിളിച്ചോണ്ട് വരാം. ചെല്ലേ. എടാ ബാല, എന്തൊരു ഇരിപ്പ, മുഹൂർത്തത്തിന് സമയമായി, നേരം കുറെ ആയല്ലോ. ഒന്നും കൂടെ ഇറങ്ങി വാ. ഇവനിതിവിടെ പോയി. നല്ല കണ്ണി കണ്ണാടി കൊള്ളാല്ലേ? നീ ഇപ്പൊ ആളെ നോക്ക്. ചേട്ടാ പോലെ പോലെ പണിയുണ്ട്. കൊണ്ടുപോവാ. പിന്നിൽ നിന്റെ പിന്നിൽ കുട്ടപ്പനുള്ള എന്തേ താഴെല്ലാം പോയിട്ടാ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ബഹളമുണ്ടാക്കാതെ അവർ ഇവിടെ തന്നെ ഉണ്ട്. അവന് വയറ് നല്ല സുഖമല്ലേ? ഇത് വെച്ച് മുഖം മറക്കേ. വാ എന്തായാലും കൊള്ളാം.